ഞങ്ങളുടെ പ്രധാന പരിപാടി ഞായറാഴ്ചകളിലെ കുളിക്കാൻ പോക്ക് തന്നെയാണ്. ഓരോ ആഴ്ചയിലും ഞങ്ങൾ വേറിട്ട സ്ഥലങ്ങളിൽ കുളിക്കാൻ പോകും. ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ അധികം ആരും പോയിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് നിലമ്പൂർ ഫോറസ്റ്റിന്റെ നോർത്ത് ഡിവിഷൻ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒരുപാട് ട്രൈബൽ സെറ്റിൽമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ അത്ര പെർമിഷനൊന്നുമില്ല. അതുപോലെ ഇങ്ങോട്ട് വരുന്നത് ഫോറസ്റ്റുകാർ കണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ ഫൈന് കിട്ടാനും സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുടെ വലതുഭാഗത്തായിട്ട് ഫോറസ്റ്റ് റിസർവ് ഏരിയയാണ്. അതുപോലെ ഇടതുഭാഗത്തായിട്ട് നമ്മൾക്ക് ഇവിടെ ട്രൈബൽസ് കോളനികളും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇങ്ങോട്ട് വരുമ്പോൾ ഈ ട്രൈബൽസ് കോളനിയിൽ കയറാനോ അവരുടെ വീടിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും പാടില്ലാത്തതാണ്. പിന്നെ വേനൽക്കാലങ്ങളിൽ നമ്മൾ ഒരിക്കലും ഈ സ്ഥലം ചൂസ് ചെയ്യാനും പാടില്ല. കാരണം ഈ വെള്ളം ഇവർ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഈ മഴക്കാലങ്ങളിൽ നല്ല കുത്തി ഒലിച്ചു വരുന്ന നല്ല ശക്തിയേറിയ വെള്ളമാണ് ഇതിലൂടെ വരിക. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് ഇതിൽ കുളിക്കാനൊക്കെ പറ്റുള്ളൂ. ഈ ഫോറസ്റ്റിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുളങ്കാടുകളാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഇവിടെ ആനകൾ ഉണ്ടാവാറുണ്ട്. ഈ വെള്ളം നിങ്ങൾ കാണുന്നില്ലേ, ഈ വെള്ളം അത്ര മനോഹരമായിട്ടാണ് ഇതിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നല്ല രീതിയിൽ കുളിക്കാനും പറ്റും. ഇനി നിങ്ങൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് നോക്കാം കേട്ടോ. റിസ്ക് ആണ്, വേണ്ടവർ മാത്രം. ഈ വെള്ളം ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ താഴെ ഭാഗം വരെ വളരെ നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിൽ മീൻ നീന്തി പോകുന്നൊക്കെ കാണാൻ വളരെ നല്ല ഭംഗി തന്നെയായിരുന്നു. ഇനി ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് പറയാം കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു കൊച്ചു ടൗണാണ് കേട്ടോ അരീക്കോട്. അപ്പോൾ അരീക്കോട് നിന്ന് ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ വെറ്റിലപ്പാറ വരാൻ പറ്റും. വെറ്റിലപ്പാറയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ ഓടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തെത്താനാവും. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം നടന്ന് എത്തിച്ചേരാവുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കൂരങ്കല്ല്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ.
അതുപോലെ തന്നെ ആനകളെയും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന സ്ഥലം കൂടിയാണിത്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് കേട്ടോ, കാരണം നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുളിക്കാൻ വന്ന സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ രാജംകുണ്ട്. ആ പേര് പലർക്കും അറിയാത്തൊരു പേരാണ്, ആരും വരാത്തൊരു പ്ലേസ് ആണ്, അധികം വരാറില്ല. ഈ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ കുളിക്കാനൊക്കെ വരാറുള്ളൂ. ഇതൊക്കെയാണ് രാജംകുണ്ടിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം, ഇങ്ങോട്ട് വന്നാൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും കേട്ടോ. ഈ ഫോറസ്റ്റ് ഏരിയ മാത്രമല്ല, ട്രൈബൽ കോളനി കൂടിയാണ്. അതുകൊണ്ട് അധികം ആരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത് കേട്ടോ, കാരണം ആരും വരാതിരിക്കുന്നതാണ് ബെറ്റർ.